അവന്റെ ഫാമിലിയൊക്കെ എവിടെയാ? എനിക്ക് അതിനെ കുറിച്ചൊന്നും വലിയ അറിവില്ല, അതാ ചോദിച്ചത്. ഫാമിലി ഫാമിലി എന്ന് പറയാൻ എനിക്കിപ്പോ ഒരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ. അവളും ഇപ്പൊ എന്റെ കൂടെയില്ല. ലിയോൺ, എനിക്ക് ഓഫീസിൽ പോകാൻ ടൈമായി. നമുക്ക് പിന്നീട് ഒരിക്കലും മീറ്റ് ചെയ്യാം. അപ്പൊ ഓക്കെ, ബൈ. എന്റെ മെസ്സേജ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് നിനക്ക് എന്തായിരുന്നു ഇവിടെ പണി? അതും അവന്റെ കൂടെ. ലിയോൺ, അത് ഞാൻ നിങ്ങളെ എവിടെയുള്ള ഓർമ്മിക്കാതെ അറിയാതെ ഇങ്ങോട്ടേക്ക് കയറുവാണ്. ഇവിടെ എത്തിയപ്പോ എനിക്ക് കാര്യം ഓർമ്മ വന്നത്. പിന്നെ നിന്റെ അടുത്തുള്ള ഫ്ലാറ്റ് ഹോന്റെ ആയതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകാൻ നിന്നപ്പോ അവനെ കണ്ടപ്പോ സംസാരിച്ചിരുന്നേ ഉള്ളൂ. നിനക്ക് ഞാനൊരു വാർണിംഗ് തരാം. ഇനി മേലിൽ നീ അവന്റെ കൂടെ കൊണ്ടുപോകരുത്. അവനുമായിട്ട് എന്തെങ്കിലും നിനക്ക് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ഇന്ന് ഇവിടെ വെച്ചത് അവസാനിപ്പിച്ചോളാം. മനസ്സിലായല്ലോ? ഹേയ് ലിയോൺ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് കരുതി ഞാൻ എന്തിനാ പോകാൻ അവോയ്ഡ് ചെയ്യുന്നത്? ഞാൻ അവന്റെ ബിഗ് ഫാനാണ്. എനിക്ക് അവനെ എന്റെ ഐഡോളിനെ ഞാൻ എങ്ങനെ കണ്ടില്ലെന്ന് അടിക്കാൻ കഴിയും? പ്രോബ്ലം നിങ്ങൾ തമ്മിലല്ലേ, അതിന് ഞാൻ എന്തിനാ സാക്രിഫൈസ് ചെയ്യണേ? പോകാനായിട്ടുള്ള കോണ്ടാക്ട് ഒന്നും എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല. ഇക്കാര്യം പറഞ്ഞ് ആര് വന്നാലും ഞാൻ അത് അനുസരിക്കുകയും ചെയ്യില്ല. നിനക്ക് അവൻ നിന്റെ ഐഡോൾ ടൈപ്പ് ആയിരിക്കും, ബട്ട് എനിക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് എന്നോട് അടുപ്പമുള്ളവര് അവനെ കാണുന്നതോ അവനോട് സംസാരിക്കുന്നതോ എനിക്ക് ഇഷ്ടമല്ല. നീയും അത് ചെയ്യാൻ പോകരുത്. ഓക്കേ? വീണ്ടും വീണ്ടും നീ ഇത് തന്നെ നീ പറഞ്ഞോണ്ടിരിക്കുന്നേ. എത്രയൊക്കെ നീ എന്നെ ഭീഷണിപ്പെടുത്തിയാലും ശരി, എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു വന്നു. അതിലിനി ഒരു മാറ്റവും വരാൻ പോകില്ല. പിന്നെ എന്നെ ചെയർമാൻ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു, അത് ഞങ്ങൾ പൂർണ്ണമാക്കിയതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ഇതോടെ അവസാനിച്ചു. ഇനി ഇതുപോലെയുള്ള ഭീഷണിയായിട്ട് നീ എന്റെ അടുത്തേക്ക് വന്നു പോകരുത് മിസ്റ്റർ ലിൻ. പറഞ്ഞത് മറക്കണ്ട. അപ്പോ അവനാണ് നിന്റെ ബോയ് ഫ്രണ്ട്, റൈറ്റ്? ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത് നിനക്ക് അവനോടുള്ള കോണ്ടാക്ട് വിടാൻ പറ്റുന്നില്ലെങ്കിൽ അതല്ലേ ഞാൻ കരുതേണ്ടത്? ഹേയ് ലിയോൺ, വെറുതെ അനാവശ്യമില്ലാത്തത് വിളിച്ചു പോകരുത്. ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണ്, അത് കൂടുതൽ ഒന്നുമില്ല. നേരത്തെ നീ പറഞ്ഞു അവൻ നിന്റെ ഐഡോൾ ടൈപ്പ് ആണെന്ന്, ഇപ്പൊ പറയുന്നു നിന്റെ ഫ്രണ്ട് ആണെന്ന്. നാളെ നീ ഇത് മാറ്റി പറയില്ലെന്ന് എന്താ ഉറപ്പ്? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഞാനായിട്ടൊന്നും മറച്ചു വെക്കുന്നില്ല. നീ പറഞ്ഞത് ശരിയാ, ഹുവാൻ എന്റെ ബോയ് ഫ്രണ്ട് തന്നെയാണ്. അവൻ റോക്ക് സ്റ്റാർ ആയതുകൊണ്ട് അത് ആരും അറിയാതിരിക്കാൻ വേണ്ടി സീക്രട്ട് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ ഇതെന്റെ വായിൽ നിന്ന് എന്നെ കേൾക്കണമെന്ന് നിനക്ക് നിർബന്ധമായിരുന്നല്ലോ. ഇപ്പൊ തൃപ്തിയായി കാണുമല്ലോ. ലക്കി, നിനക്ക് എന്താ പറയുക, സ്വബോധം നഷ്ടപ്പെട്ടോ? അവനോട് നീ എന്തിനാ അങ്ങനെയൊക്കെ? ഹോവാൻ നിന്റെ ബോയ് ഫ്രണ്ട്. ഓ ഗോഡ്, ഇതങ്ങാനും ഹോവാൻ അറിഞ്ഞാൽ എന്റെ അവസ്ഥ. അല്ലെങ്കിൽ ആ കിങ്കോങ്ങിന് എപ്പോ അങ്ങനെ തന്നെ. ഇവൻ എന്തിന്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവത്തെ. ഞാൻ സംസാരിക്കുന്നവരൊക്കെ എന്റെ ബോയ് ഫ്രണ്ടാ. കോപ്പ് ആലോചിച്ചിട്ട് തന്നെയൊക്കെ പെരിക്കണം. ഈ ഞാൻ എന്താ ചെയ്യാ? ഇനിയൊന്നും ചെയ്യാനില്ല ലക്കി. എല്ലാം അവനോട് പറഞ്ഞ് ഗുഡ് ബൈയും പറഞ്ഞിറങ്ങിയതല്ലേ. ഇതോടെ എല്ലാം ഇവിടെ അവസാനിച്ചു. ഇനി ആ ലിയോന്റെ മുന്നിൽ ചെന്ന് പെടാതിരിക്കുക, അതായിരിക്കും നല്ലത്. ഹേയ് ലക്കി, ഗുഡ് മോർണിംഗ്. ഹേയ് ലോഹാൻ, നീ എന്നെവിടെ? എംഡിയുടെ കൂടെ വന്നതാണോ? ഞാൻ ഡാഡിയുടെ കൂടെ വന്നതല്ല, തന്നെ കാണാൻ വേണ്ടി വന്നതാ. എന്നെ കാണാനോ? എന്തിന്? അതിനൊരു കാരണമുണ്ടെന്ന് താൻ കൂട്ടിക്കോ. അല്ല, താൻ ഇന്ന് ലീയെ കണ്ടിരുന്നോ? ഓ, അപ്പോ ഞാൻ ഗസ് ചെയ്തത് കറക്റ്റ് ആണ്. എന്താ ലോഹാൻ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഏയ്, പ്രോബ്ലം ഒന്നും ഇല്ല. ഇന്ന് ലീ എന്നോട് ഫ്ലാറ്റിലേക്ക് ചില തിങ്സ് എടുക്കാൻ വേണ്ടി വരാൻ പറഞ്ഞിരുന്നു, അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോ അവൻ ആ ഫ്ലാറ്റ് തന്നെ തലകീഴ് മറിച്ചിട്ടുണ്ട്. റീസൺ ചോദിച്ചപ്പോ അവൻ എന്റെ പേർക്ക് പോയിട്ട് ചാടി. എന്നാൽ അതൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നുമില്ലേലും ചെറുപ്പം തൊട്ടുള്ള ഒരേ ഒരു ഫ്രണ്ടായി പോയില്ലേ ഞാൻ. അപ്പൊ അവന്റെ പ്രോബ്ലം എന്താണെന്ന് ഞാൻ അറിഞ്ഞു വെക്കേണ്ടതല്ലേ. ഹുവാൻ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിൽ താമസിക്കുന്നത് അറിഞ്ഞിട്ടാണോ അതോ ഇനി വേറെ വല്ല റീസൺ ആണോ അതിന്റെ പിന്നിൽ എന്നൊക്കെ അറിയണമല്ലോ. അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു നീ രാവിലെ അങ്ങോട്ടേക്ക് വന്നു പോയ കാര്യം. പിന്നെ ഞങ്ങൾ അവിടെ ഇല്ലാത്തത് നിനക്കറിയാലോ. അപ്പൊ നീ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നായിരിക്കില്ല. മേ ബി നീ ലോഹാനെ കാണാൻ വന്നതായിരിക്കും. അവനുമായി സംസാരിച്ചിരിക്കുന്ന സമയം മേ ബി ലീയും വന്നു കാണും.
അല്ലേ ലക്കി? അപ്പോ ലീ പറഞ്ഞതൊക്കെ ശരിയാണോ? ഹുവാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണോ? ഹേയ് ലുഹാൻ, നീ എന്തൊക്കെയാ പറയുന്നത്? നോ വേ, ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണ്. അതുമല്ല, ഞാൻ അവന്റെ ബിഗ് ഫാനാണ്. ബിഗ് ഫാൻ എന്ന രീതിയിൽ അവനോട് ഇഷ്ടവും ബഹുമാനവും ഒക്കെ എനിക്കുണ്ട്. അല്ലാതെ അവൻ എന്റെ ബോയ് ഫ്രണ്ട് ഒന്നുമല്ല. എന്നെ പോലെ അവനെ മനസ്സിലാകാതെ ചേർക്കുന്ന എത്ര പെൺകുട്ടികളുണ്ടാവും അറിയോ? അവരെങ്ങാനും ഇതറിഞ്ഞ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഞാൻ അതൊക്കെ അപ്പോഴത്തെ ദേഷ്യത്തിന് ലിയോന്റെ പറച്ചിലൊക്കെ കേട്ടപ്പോ അപ്പ അങ്ങനെ പറഞ്ഞല്ലാതെ ഹുവാൻ എന്റെ ബോയ് ഫ്രണ്ട് ഒന്നുമല്ല. അതല്ല, എനിക്ക് ബോയ് ഫ്രണ്ടും അല്ല. എല്ലാം അവനായിട്ട് പറഞ്ഞുണ്ടാക്കിയപ്പോ ഞാൻ സമ്മതിച്ചു കൊടുത്തെന്ന് മാത്രം. അല്ലാതെ അവന്റെ മുന്നിൽ നിന്നൊന്ന് എസ്കേപ്പ് ആവാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് സോറി ലക്കി, അവന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായിരുന്നെങ്കിൽ റിയലി സോറി. ഹേയ് കമോൺ ലുഹാൻ, ഇതിപ്പോ പലതവണ അവന് വേണ്ടി നീ വക്കാലത്ത് പറയാൻ വരുന്നു. ഒടുക്കം നീ എന്നോട് സോറി പറയുകയും ചെയ്യും. ഇത് മതി, നിർത്തിയേക്ക്. എന്നോട് സോറി ഒന്നും പറയണ്ട. ലിയോ അങ്കിളും സാങ്മയും കൂടി ഒരു ട്രിപ്പ് പോവാ. സോ കുറച്ച് ദിവസത്തേക്ക് അവരവിടെ ഉണ്ടാവില്ല. എന്റെ ഡാഡിക്ക് എപ്പോഴും ഇൻചാർജ്. അതെന്തായാലും നന്നായി. 5 വർഷത്തിന് ശേഷം പപ്പയും മകനും ഒന്നിച്ചതല്ലേ. അവരുടേതായ ലോകത്ത് കുറച്ച് കഴിയുന്നത് നല്ലതാ. സാറിന് അതൊരു നല്ല റിലീഫ് ആകും. ആക്ച്വലി എല്ലാവരും താങ്ക്സ് പറയാൻ നിൽക്കുന്നത് തന്നോടാ. താൻ കാരണമല്ലേ ഇന്ന് ഇങ്ങനെയൊക്കെ ഒരു നല്ല കാര്യം നടന്നത്. സത്യം പറഞ്ഞാൽ എനിക്കത് നല്ല കുറ്റബോധമുണ്ട് ലുഹാൻ. കാരണം സാറിന്റെ അസുഖത്തെ കുറിച്ച് പറഞ്ഞിട്ട് അവൻ അദ്ദേഹത്തിന്റെ അടുത്ത് തിരികെ പോകണമെന്ന് ഞാൻ ഒട്ടും ആഗ്രഹിച്ചതല്ല. പക്ഷേ ഇന്നലത്തെ സിറ്റുവേഷൻ അറിയാതെ എന്റെ വായിന്ന് വീണു പോയതാ. താൻ അങ്ങളുടെ കണ്ടീഷനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ താൻ എന്തൊക്കെ കിണഞ്ഞ് ശ്രമിച്ചാലും ലീ അങ്കിളിന്റെ അടുത്തേക്ക് തിരികെ പോകില്ലായിരുന്നു. അതുകൊണ്ട് ഇതൊരു കണക്കിന് നല്ലതേ ഉള്ളൂ. സോ നീ യഥാർത്ഥ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡീലേക്ക് ലിയോൺ അങ്കിളിനും ലീയും തമ്മിലുള്ള പ്രോബ്ലം സോൾവ് ആയോ? അവൻ തിരിച്ച് അങ്കിളിന്റെ അടുത്തേക്ക് തന്നെ പോയോ? ബട്ട് വൈ? അതൊരിക്കലും സംഭവിക്കാൻ ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല. പിന്നെ എങ്ങനെ അത് സംഭവിച്ചു? എന്നെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യണമെന്നില്ല മിക്സ് വാങ്ങേ. നിങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞ ക്യാഷ് ഞാൻ എത്തിച്ചിരിക്കും. എനിക്കിനി നിങ്ങൾ കോൾ ചെയ്തു പോകരുത്, ഓക്കെ? നീ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിന്നെ വിളിച്ച് ഓർമ്മിപ്പിക്കുന്നത്. ദെൻ ബൈ. ഇനി വെറും 3 ദിവസം കൂടിയുള്ളൂ നിന്റെ മുന്നിൽ. അതിനുള്ളിൽ ആ ഫുൾ ക്യാഷും എനിക്ക് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ തിരികെ നീ എന്റെ അടുത്തേക്ക് തന്നെ വരാൻ തയ്യാറായിക്കോ, ഓക്കെ? എന്ത് പറ്റിയില്ലേ? എന്തിനാ നീ എന്നെ ഇവിടത്തേക്ക് വലിച്ചുകൊണ്ടുവന്നത്? ഇതിൽ വല്ല സത്യമുണ്ടോ? അവൻ വിവാഹം കഴിക്കാൻ പോവാണോ? എനിക്കതിനെ കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല. അങ്ങനെയുണ്ടെന്ന് ഞാനൊരു ചെറിയ റൂമർ കേട്ടു. എന്തായാലും ട്രിപ്പ് കഴിഞ്ഞ് അവര് വരട്ടെ, എന്നിട്ട് നേരിട്ട് ചോദിക്കാം. എന്തു പറ്റിയില്ലേ? നിന്റെ മുഖം വല്ലാതിരിക്കുന്നു. വയ്യേ? ഐ ഓക്കെ?